നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു മൊമെന്റിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് തവണ മേ ബി നിങ്ങളായിട്ട് തന്നെ ഈ വ്യക്തിയോട് ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് അല്ലെങ്കിൽ ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനായിട്ട് ഒരുപാട് തവണ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്കും ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട്. കൂടുതൽ തവണയും നിങ്ങൾ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുത്തിട്ടുള്ളത് എന്നാണ് കാണുന്നത്. ഈ വ്യക്തി പൊതുവിൽ ഒത്തിരി ബിസി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് അവർ ബിസി ആണ് എന്ന് പറയുന്നുണ്ടാവാം. അവർ നിങ്ങളിപ്പോൾ ഒത്തിരി മെസ്സേജസ് അയക്കുമ്പോൾ ഒന്നോ രണ്ടോ മെസ്സേജുകൾ കൊണ്ട് മറുപടി തന്ന് നിങ്ങളെ ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാം ഒരു ആഫ്റ്റർ എഫക്ട്സ് അവരുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളെ അവഗണിച്ചതിന്റെ പേരില് അവര് ഒരുപാട് ഇപ്പോ ദുഃഖിക്കുന്നുണ്ട്. കാരണം അവര് മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയപ്പോൾ നിങ്ങളെ പോലുള്ള നിങ്ങളോടുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവർ നഷ്ടമാക്കിയത് എന്നുള്ളൊരു ഫീലിങ്സ് അവർക്കിപ്പോ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, ഇപ്പോ അവർക്ക് തന്നെ അറിയാം അവരായിട്ടൊരു ആക്ഷൻ എടുത്താൽ പോലും ചിലപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. യെസ്, നിങ്ങള് ഒരുപാട് സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ രണ്ടു പേർക്കും ഒരുപാട് ആത്മബന്ധം തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോ പരസ്പരം എന്താണ് നിങ്ങളില്ലാണ്ട് പരസ്പരം ഇപ്പൊ നിങ്ങൾക്ക് അവരോ അവർക്ക് നിങ്ങളോ ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും വളരെ കഠിനകരമാണ് എന്ന് തോന്നുന്ന അവസ്ഥയാണ് ഇപ്പോ ഉള്ളത്. എസ്പെഷ്യലി ഫോർ ദം. ഓക്കെ. യെസ്. അവർ വീണ്ടും ഈ റിലേഷൻഷിപ്പ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളോട് പ്രൊപ്പോസ് ചെയ്ത് വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ആൻഡ് യെസ്, അൺകണ്ടീഷണൽ ലവ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഒന്നേന്ന് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ അതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓക്കെ. അത്രമാത്രം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമാണ് ഉള്ളത് എന്ന് അവർ സ്വയം മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ആണിത്. ഡെഫിനറ്റ്ലി ഇപ്പോ ഒരു ആക്ഷൻ എടുത്തില്ല എങ്കിൽ പോലും ഇൻ ഫ്യൂച്ചർ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കും. അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ഡൗട്ട് ഫീൽ ഉണ്ട്. നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ? ഓക്കെ. ഇനിയും അവരെ ലൈഫിലേക്ക് വരാൻ ശ്രമിച്ചാൽ നിങ്ങൾ അവരെ ഉൾക്കൊള്ളുമോ എന്നുള്ള ചിന്ത അവർക്കുണ്ട്. ഓക്കെ. എന്തു തന്നെ ആയിരുന്നാലും നിങ്ങൾക്കിടയിൽ ഒരു സന്തോഷകരമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സുകളാണ് വരുന്നത്. ഈ വ്യക്തിയായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഒരു ആക്ഷനും എടുക്കാതിരിക്കുക. ആ വ്യക്തിക്ക് കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക. ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങളോട് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരു ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേരുവാനും ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷം നിങ്ങളിൽ വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. അവർക്ക് ഇനിയും ഈ റിലേഷൻഷിപ്പിൽ ഈ സ്റ്റക്നെസ് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഓക്കെ. നിങ്ങളെ അവഗണിച്ച് പോയതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി തവണ നിങ്ങളായിട്ട് ഈ വ്യക്തിയെ ചേസ് ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തിയോട് പലതവണ നിങ്ങൾ ആക്ഷൻസ് എടുക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ആ വ്യക്തി പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കൊടുക്കുകയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു കമ്മിറ്റ്മെന്റ് തരികയോ ചെയ്തിട്ടില്ല എന്നുള്ളതിൽ അവരൊരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയായിട്ട് തന്നെ എല്ലാ തിരക്കുകളും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. യെസ്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളുടെ റിയൽ വാല്യൂ എന്താണ്.
നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ അവർക്ക് എത്രമാത്രം സ്നേഹമാണ് നൽകിയിരുന്നത് എന്നും നിങ്ങളും അവരുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ യെസ്, വളരെയധികം അട്രാക്ഷൻ ഈ ഒരു സമയത്ത് അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തണം എന്നും അവർക്ക് നിങ്ങളോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അവരിങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാണ്. അത്രമേൽ ആഴമേറിയൊരു സ്നേഹമാണ് അവരുടെ മനസ്സിലുള്ളത്. വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് വൈബ്രേഷൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ തീർത്തും നിങ്ങളെ അവഗണിച്ച് പോയൊരു വ്യക്തി ആയിരിക്കാം. പക്ഷെ ഇപ്പോ അവര് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവര് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫിസിക്കലി, സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആണ്. ഓക്കെ. ഈവൻ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലായിരുന്ന സമയത്ത് പോലും നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ 2 പേർക്കും പരസ്പരം നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്തിരുന്നു. ഓക്കെ. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ റിലേഷൻഷിപ്പോ അതിന്റെ ഓർമ്മകളോ നിങ്ങളെ വിട്ടു പോകുന്നതല്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തിരികെ വരുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. Okay, I just feel so much for you. I would like to come to you, but I fear you will never forgive me. Yes, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രോങ് ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ തിരികെ വന്നാൽ നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയമുണ്ട്. യു മേക്ക് മീ ഹോപ്പ്ഫുൾ. അവരുടെ ജീവിതത്തിന് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയത് നിങ്ങളാണെന്ന് പറയുന്നു. ഐ വിഷ് ടു സീ യു, യു ആർ മൈ ലവ്. യെസ്, ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. യെസ്, നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. I just wanted to let you know I am thinking of you right now. Lots of feelings from my heart. ഈ ഒരു മൊമെന്റിൽ പോലും നിങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. ആ ഒരു ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ. ആൻഡ് വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ? യെസ്, വീണ്ടും അത് തന്നെയാണ് ആ വ്യക്തിയോട് ചോദിക്കുന്നത്. ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നാൽ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? ഓക്കെ. ഐ മിസ് യു. ഓക്കെ. ഒരുപാട് നിങ്ങളെ അവര് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.